ദുരന്തഭൂമിയിൽ പെയ്തിറങ്ങിയ ദൈവകാരുണ്യം. എം അക്ബർ എഴുതുന്ന ലേഖനത്തിന്റെ 1-ാം ഭാഗം. ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെട്ട സഹോദരി സുജാതയുടെയും കൊച്ചുമകളുടെയും കഥ കേട്ട് അത്ഭുതം കൂറിയവരാണ് നാം. ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട അവർ ചെന്നെത്തിയത് 3 കാട്ടാനകൾക്ക് മുന്നിലേക്ക്. തങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന ബോധത്തോടെ സഹോദരി ആനകളിലൊന്നിനോട് തങ്ങളെ രക്ഷിക്കുവാൻ ആരെങ്കിലും വരുന്നതുവരെ ഉപദ്രവിക്കരുത് എന്നും സംരക്ഷിക്കണം എന്നും പറഞ്ഞു. മുന്നിൽ നിന്ന് കരയുന്ന മനുഷ്യരെ കണ്ടപ്പോൾ കൊമ്പനാനയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിയത്രേ. രാവിലെ മറ്റുള്ളവരെത്തി അവരെ കൊണ്ടുപോകുന്നതുവരെ ആ അമ്മൂമ്മയും കൊച്ചുമകളും 3 ആനകളുടെ സംരക്ഷണത്തിലായിരുന്നു. ആനകളുടെ രക്ഷാദൗത്യത്തെയും കൊമ്പനാനയുടെ കണ്ണുനീരിനെയും കുറിച്ച് വായിക്കുകയും കേൾക്കുകയും മനുഷ്യർ പേടിക്കുന്ന കൊമ്പനാനയുടെ അടക്കം കാരുണ്യത്തെക്കുറിച്ച കമന്റുകൾ കാണുകയും മിണ്ടാപ്രാണിയുടെ മനുഷ്യസ്നേഹം പോലുമില്ലാത്ത ചിലരെക്കുറിച്ച് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലുകൾ നിരീക്ഷിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ദൈവകാരുണ്യത്തെക്കുറിച്ച ഒരു നബിവചനമാണ്. ഇമാമുമാരായ ബുഖാരിയും മുസ്ലിമുമെല്ലാം അവരുടെ സ്വഹീഹുകളിൽ അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം ചെയ്ത ആ ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്: അള്ളാഹു അവൻ്റെ കാരുണ്യത്തെ 100 വിഭജിച്ചു. അതിലെ 99 ഭാഗങ്ങളെയും അവൻ തന്നിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. അതിലൊരു ഭാഗമാണ് അവൻ ലോകത്തിന് നൽകിയത്. സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നത് ആ ഒരു ഭാഗത്തിൽ നിന്നാണ്. ചവിട്ടിപ്പോകുമോ എന്ന ഭയത്താൽ കുതിര അതിൻ്റെ കുഞ്ഞിനു മുകളിൽ തൻ്റെ കുളമ്പുയർത്തുന്നത് ഉദാഹരണം. അള്ളാഹുവിൻ്റെ 100 കാരുണ്യങ്ങളിൽ ഒന്നാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും കീടങ്ങൾക്കും എല്ലാം കൂടി അവൻ നൽകിയിരിക്കുന്നത് എന്നും അവ പരസ്പരം സ്നേഹിക്കുന്നതും കാരുണ്യം കാണിക്കുന്നതും ഹിംസ്ര ജന്തുക്കൾ അവയുടെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാതെ പോറ്റുന്നതുമെല്ലാം ഈ കാരുണ്യം കൊണ്ടാണ് എന്നും വ്യക്തമാക്കുന്ന ബുഖാരിയിലും മുസ്ലിമിലുമുള്ള നബിവചനത്തിനുമുള്ളത് ഇതേ ആശയം തന്നെ. ഹിംസ്ര ജന്തുക്കളുടെ ഹൃദയങ്ങൾക്കകത്തുപോലും കാരുണ്യം നിറച്ചവനായാണ് പടച്ചവനെ മതം പരിചയപ്പെടുത്തുന്നത്. പരമകാരുണികനാണ് അവൻ. ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനങ്ങളാണ്. ദുരന്തമുഖത്ത് വെച്ച് ദൈവകാരുണ്യത്തെപ്പറ്റി പറയുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. കാരുണികനാണ് പടച്ചവനെങ്കിൽ പിന്നെ എന്തേ ഉരുൾപൊട്ടലുകളുണ്ടാക്കി മനുഷ്യരെ ദുരിതത്തിലാഴ്ത്തുന്നത്? പ്രകൃതിക്ഷോഭങ്ങളുടെയും വർഗീയ കലാപങ്ങളുടെയും കാലാവസ്ഥാ ദുരന്തങ്ങളുടെയും എല്ലാം ഇരകളായിത്തീരുന്ന ആയിരങ്ങളെ ദുഃഖിതരാക്കുന്ന ദൈവം എങ്ങനെ കരുണാനിധിയാകും? മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്ത ക്രൂരനായ ദൈവത്തെ എന്തിനാണ് ആരാധിക്കുന്നത്? അവനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം? ദൈവമില്ല എന്നല്ലേ പ്രകൃതി ദുരന്തങ്ങൾ വ്യക്തമാക്കുന്നത്? എന്തെങ്കിലുമെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ എപ്പോഴും ഉയർന്നു വരാറുള്ളവയാണ് ഈ ചോദ്യങ്ങൾ. ദൈവനിഷേധികളാണ് പ്രധാനമായും ചോദ്യകർത്താക്കൾ. അവർക്കനുസരിച്ച് ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നവർ അത് ആവർത്തിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് ഇവ വിവിധ രൂപഭാവങ്ങളിൽ ചർവണം ചെയ്യപ്പെടുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഇവ എന്ന രൂപത്തിലാണ് അവതരണം. മതപണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സംതൃപ്തമായി മറുപടി നൽകിയവയാണ് ഇവ എന്നതാണ് യാഥാർത്ഥ്യം. വിശ്വാസികളെ മുട്ടുകുത്തിക്കാനായി വൈകാരികമായി ഇവ അവതരിപ്പിക്കുന്നവരുമുണ്ട്. ദൈവമെന്തേ ആരെയും രക്ഷിക്കാത്തേ എന്ന 3 വയസ്സുകാരിയുടെ ഡയറിക്കുറിപ്പ് എഴുതിച്ചവരുടെയും പ്രചരിപ്പിച്ചവരുടെയും അതിന് അടിക്കുറിപ്പുകൾ എഴുതി ആത്മരതി അനുഭവിച്ചവരുടെയും വൈറലാക്കിയവരുടെയും എല്ലാം സ്വപ്നം തങ്ങളുണ്ടാക്കുന്ന വൈകാരികതയിൽ ദൈവവിശ്വാസത്തെ കടപുഴക്കിക്കളയാം എന്നാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തിരിച്ചാണ്. താൻ ആഗ്രഹിക്കുന്നതെല്ലാം നൽകുകയും പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനായി ദൈവത്തെ മനസ്സിലാക്കുന്നവരിൽ ചിലപ്പോൾ ഇത്തരം വൈകാരിക വർത്തമാനങ്ങൾ വഴി സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ പരമകാരുണികനെ ശരിയായി മനസ്സിലാക്കിയവർക്ക് ദുരന്തങ്ങളും അതോടനുബന്ധിച്ച ഇത്തരം വൈകാരിക വർത്തമാനങ്ങളുമെല്ലാം വിശ്വാസദൃഢത വർദ്ധിപ്പിക്കുക മാത്രമേയുള്ളൂ. കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ പലരുടെയും ദൈവവിശ്വാസമില്ലാതെയായി. എന്നാൽ മുസ്ലിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയാണുണ്ടായത്. കാരണം അവരുടെ സവിശേഷമായ ദൈവബോധമാണ് എന്ന് ഇസ്ലാം വിമർശകരായ മതേതര ബുദ്ധിജീവികൾ പോലും വിലയിരുത്തുന്നത് ഇക്കാരണത്താലാണ്. ദുരന്തങ്ങളെ നാസ്തികതയ്ക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് ആദ്യം വിശദീകരിക്കപ്പെടേണ്ടതാണ്. ആകാശങ്ങളും ഭൂമിയും കടലും കരയും കാടും മലയും കാറ്റും പുഴയും മഴയും എല്ലാം സൃഷ്ടിച്ചവനാണ് ദൈവം എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു.
ഇതിനെതിരായി അവയെല്ലാം തികച്ചും യാദൃച്ഛികമായി പരിണാമത്തിലൂടെ രൂപമെടുത്തവയാണ് എന്നാണ് നാസ്തികരുടെ വിശ്വാസം. പ്രപഞ്ചം സൃഷ്ടിയാണെങ്കിലും യാദൃച്ഛികമാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവ തടയാൻ തക്ക വിദ്യകളൊന്നും ഇന്നേ വരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടില്ല. ദൈവസൃഷ്ടിയായ പ്രകൃതി ചിലപ്പോഴെല്ലാം മനുഷ്യർ ആഗ്രഹിക്കാത്ത രീതിയിൽ പെരുമാറുന്നു എന്നതിൽ നിന്ന് ദൈവം തന്നെ ഇല്ല എന്ന നിഗമനത്തിലെത്തുന്നതിൻ്റെ യുക്തി എന്താണ്? സുഖവും സമാധാനവും നൽകുന്ന രൂപത്തിൽ മാത്രമല്ല, ചിലപ്പോഴെല്ലാം ദൈവം മനുഷ്യർക്ക് ദുരിതങ്ങൾ വിതയ്ക്കുന്ന രീതിയിലും പ്രകൃതിയിൽ ഇടപെടുന്നു എന്ന നിഗമനത്തിൽ മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങളെ നാസ്തിക യുക്തി ഉപയോഗിച്ച് അപഗ്രഥിച്ചാൽ പോലും പരമാവധി എത്താനാവുക. നന്മ നിറഞ്ഞവരാണ് ദൈവമെന്ന സങ്കല്പത്തിന് വിരുദ്ധമായി വളർന്നുവന്ന ദോഷദൈവത്വം എന്ന ആശയത്തിലെത്താൻ മാത്രമേ ദുരന്തങ്ങളെ എത്ര വൈകാരികമായി അവതരിപ്പിച്ചാലും നാസ്തിക യുക്തിയുള്ളവർക്ക് പോലും കഴിയുകയുള്ളൂ. പ്രകൃതിയിലുള്ള തിന്മകളുടെ അപഗ്രഥനം വഴി ഒരാൾക്കും ദൈവനിഷേധിയാവാൻ കഴിയില്ല എന്നും പരമാവധി ദൈവവിദ്വേഷിയാവാനേ കഴിയൂ എന്നും തത്വശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ടാണ്. പരമകാരുണികൻ അഥവാ റഹ്മാനാണ് പടച്ചവൻ എന്നും അവനിൽ നിന്നുണ്ടാവുന്നതെല്ലാം കാരുണ്യമായിരിക്കും എന്നുമുള്ള ബോധത്തിൽ നിന്നാണ് വിശ്വാസിയുടെ ലോകവീക്ഷണം ഉരുത്തിരിയുന്നത്. തീവ്രമായ കാരുണ്യം എല്ലായ്പ്പോഴും എല്ലാ സൃഷ്ടികളിലേക്കും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് റഹ്മാൻ എന്നാൽ അർത്ഥം. സ്വന്തം ഉണ്മയിൽ തന്നെ കാരുണ്യത്തെ രേഖപ്പെടുത്തിയവനായി ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഖുർആൻ നന്മയായും തിന്മയായും നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലെല്ലാം ദൈവകാരുണ്യം അന്തർലീനമായിരിക്കും എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കാരുണ്യമാകട്ടെ സർവ്വ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും എന്ന ദൈവവചനം വ്യക്തമാക്കുന്നത് അതാണ്. ദൈവം ദുഷ്ടനോ ക്രൂരനോ അല്ല. എന്നാൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഭാഗമായി സംവിധാനിക്കപ്പെട്ട ദൈവിക വ്യവസ്ഥകൾ ചിലപ്പോൾ വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ പ്രയാസകരമായി അനുഭവപ്പെട്ടേക്കാം. പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം കാര്യങ്ങൾ പോലും ദൈവകാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് എത്ര കഠിനമായ പ്രതിസന്ധികൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കുവാൻ വിശ്വാസികൾക്കുള്ള അവലംബം. ഭൂമിയിലേക്കുള്ള ദൈവകാരുണ്യത്തിൻ്റെ പ്രകാശനം ചില വ്യക്തികൾക്കും ആൾക്കൂട്ടങ്ങൾക്കും പ്രദേശങ്ങൾക്കുമെല്ലാം ദുരിതമായും ദുരന്തമായും അനുഭവപ്പെടാം എന്നത് ശരിയാണ്. അങ്ങനെ വന്നുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പിന്നിലുള്ള കാരുണ്യം എന്താണ് എന്ന് ചിലപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് പൂർണ്ണമായി മനസ്സിലാവുക മരണാനന്തര ജീവിതത്തിൽ വെച്ചാണ്. തൻ്റെ ഉണ്മയിൽ ഊട്ടപ്പെട്ടിട്ടുള്ള കാരുണ്യത്തിൻ്റെ 99% പടച്ചവൻ പ്രകടിപ്പിക്കുക പരലോകത്ത് വെച്ചായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ ഉദ്ധരിച്ച ഹദീസുകൾ അവസാനിക്കുന്നത്. തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളിലെ നന്മകൾ എന്തായിരുന്നുവെന്ന് അവ അനുഭവിച്ചവർക്ക് മനസ്സിലാവുക മാത്രമല്ല, സഹിച്ച പ്രയാസങ്ങൾക്കുള്ള പ്രതിഫലം കൂടി അവിടെ നിന്ന് അവർക്ക് ലഭിക്കും. മരണാനന്തര ജീവിതത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശാലമായ ക്യാൻവാസിന് മാത്രമേ മനുഷ്യർ ഇവിടെ അനുഭവിക്കുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും എല്ലാം തൃപ്തികരമായി വിശദീകരിക്കാനാവൂ. തലവേദനയെടുത്ത് പുളയുന്നയാൾക്ക് താൻ അനുഭവിക്കുന്നത് വലിയ ദുരിതമായാണ് തോന്നുക. ശരീരരക്ഷയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട വാർത്താവിനിമയ സംവിധാനം പ്രവർത്തനക്ഷമമാവുകയാണ് വേദനയിലൂടെ എന്നറിയുമ്പോൾ അത് ദൈവകാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടും. ശരീരത്തിന് പുറത്തോ അകത്തോ ഉള്ള വ്രണങ്ങളെയും നീർക്കെട്ടുകളെയും കുറിച്ച് കേന്ദ്ര നാഡീവ്യൂഹത്തെ അറിയിക്കുന്ന ദൂതനാണ് വേദന എന്നും ശരീരത്തിൻ്റെ കാവൽക്കാരനാണ് അത് എന്നുമുള്ള വസ്തുതകൾ അറിയാത്തയാൾ ചിലപ്പോൾ വേദന തന്ന പടച്ചവനെ പഴിക്കും. തലയ്ക്കകത്ത് വളരാൻ ആരംഭിച്ച അപകടകരമായ മുഴയെക്കുറിച്ച് സൂചന നൽകുന്നതായിരുന്നു വേദന എന്ന് പരിശോധനയിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് തനിക്ക് വേദന നൽകി അനുഗ്രഹിച്ചവനെ സ്തുതിക്കുകയാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുക. വേദന ഇല്ലായിരുന്നുവെങ്കിൽ താൻ അറിയാതെ ആ മുഴ വളർന്ന് അപകടമുണ്ടാക്കുമായിരുന്നു എന്ന സത്യം അറിയുമ്പോൾ ആ സ്തുതിയുടെ തീവ്രത വർദ്ധിക്കും. ദുരിതങ്ങളായി മനസ്സിലാക്കപ്പെടുന്ന പല കാര്യങ്ങളുടെയും സ്ഥിതി ഇതാണ്. ഒരാൾ അനുഭവിക്കുന്ന ദുരിതം ആത്യന്തികമായി ചിലപ്പോൾ അയാൾക്ക് തന്നെയുള്ള നന്മയായിരിക്കും. അതല്ലെങ്കിൽ സമൂഹത്തിനുള്ള അനുഗ്രഹമായിരിക്കും. അതുമല്ലെങ്കിൽ നാടിനോ പ്രകൃതിക്കോ വേണ്ടിയുള്ള കാരുണ്യമായിരിക്കും. ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും പിന്നിൽ പോലും ദൈവകാരുണ്യത്തിൻ്റെ പ്രകാശനമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം ഇതാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും മാത്രം ലഭിക്കുന്ന രൂപത്തിലല്ല ഈ ലോകം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. ജനനം സന്തോഷകരമാണ്, മരണം ദുഃഖകരവും. പക്ഷെ രണ്ടുമില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. സന്തോഷകരമാണ് എന്നതിനാൽ ജനനം മാത്രം മതി ഈ ലോകത്തിൽ എന്ന് തീരുമാനിക്കാനാവുമോ? ദുഃഖകരമാണ് എന്നതിനാൽ ഇനി ആരും മരിക്കേണ്ടതില്ല എന്ന് കരുതിയാൽ ഭൂമിക്ക് നിലനിൽക്കാനാവുമോ?
ജനനമുള്ളതുകൊണ്ട് തന്നെ മരണവും ഉണ്ടാകും. സന്തോഷമുള്ളതിനാൽ ദുഃഖവും സ്വാഭാവികം. സന്തോഷങ്ങളും സന്താപങ്ങളും, ഉയർച്ചകളും താഴ്ചകളും, സമൃദ്ധികളും ദുരിതങ്ങളും, പുരോഗതികളും അധോഗതികളും എല്ലാം നിറഞ്ഞതാണ് ഈ ലോകം. ഒരു ജീവിയുടെ നാശം ചിലപ്പോൾ മറ്റൊരു ജീവിക്ക് വളർച്ചയായി ഭവിക്കും. ഒരു തലമുറയുടെ നാശം ചിലപ്പോൾ മറ്റൊരു തലമുറയ്ക്ക് നന്മയുണ്ടാക്കുന്നതായി തീരാം. ഒരാളുടെ ഉയർച്ച ചിലപ്പോൾ മറ്റൊരാളുടെ തളർച്ചയ്ക്ക് കാരണമാകാം. അങ്ങനെയാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സുഖ ദുഃഖ സമ്മിശ്രമായ ഇഹലോകം പരീക്ഷണമാണ് എന്നും മരണാനന്തര ജീവിതത്തിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനാവൂ എന്നും മതം പറയുന്നതിൻ്റെ പൊരുൾ ഇതാണ്. ദുഃഖം, ദുരിതം, നാശം, അധോഗതി എന്നിങ്ങനെയുള്ള പ്രയാസകരമായ ജീവിതാവസ്ഥകൾ മാത്രമല്ല, സുഖം, സന്തോഷം, സമൃദ്ധി, പുരോഗതി എന്നീ ആനന്ദാനുഭവങ്ങളും പരീക്ഷണങ്ങളാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. രണ്ടിനോടുമുള്ള ഒരാളുടെ സമീപനമാണ് അത് തനിക്ക് നന്മയായാണോ തിന്മയായാണോ ഭവിക്കുക എന്ന് തീരുമാനിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയുമെല്ലാം ദൈവകാരുണ്യത്തിൻ്റെ പ്രകാശനങ്ങളായി കരുതുന്ന വിശ്വാസി അതേപോലെ ദുഃഖവും ദുരിതവുമെല്ലാം അതേ കാരുണ്യത്തിൻ്റെ പ്രകടനങ്ങളായി തന്നെ മനസ്സിലാക്കുന്നു. സന്തോഷമുണ്ടാകുമ്പോൾ അതിരുവിട്ട് ആനന്ദിക്കാതെ ദൈവത്തെ സ്തുതിക്കുകയും സന്താപമുണ്ടാകുമ്പോൾ മനസ്സു തകർന്ന് മനോരോഗിയാവാതെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യാൻ വിശ്വാസിക്ക് കഴിയുന്നത് ദൈവകാരുണ്യത്തെക്കുറിച്ച ഈ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ്. താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വരാനുള്ള വലിയ നന്മകൾക്ക് വേണ്ടിയാണ് എന്ന് അവൻ അറിയാം. ആ നന്മകൾ ചിലപ്പോൾ ഈ ലോകത്ത് വെച്ച് തന്നെ തനിക്കോ സഹജീവികൾക്കോ അനുഭവിക്കാൻ കഴിഞ്ഞേക്കും. അതില്ലെങ്കിലും ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിക്കാൻ സന്നദ്ധനാണ് എങ്കിൽ സഹിച്ചതിൻ്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി തനിക്ക് പരലോകത്ത് വെച്ച് ലഭിക്കുകയും ചെയ്യും. ആനന്ദമുണ്ടാകുമ്പോൾ സ്തുതി, ദുരിതമുണ്ടാകുമ്പോൾ ക്ഷമ. സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ നന്മകളാക്കി തീർക്കുന്ന ഈ കാഴ്ചപ്പാട് വഴി മനസ്സംഘർഷത്തിൽ നിന്ന് മുക്തമാവാനും ദൈവാനുഗ്രഹങ്ങൾക്ക് പാത്രമാകാനും വിശ്വാസിക്ക് കഴിയും. സുഖ ദുഃഖങ്ങളെയെല്ലാം നന്മകളാക്കി തീർക്കുന്ന വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരം എന്ന് പ്രവാചകൻ ആശ്ചര്യപ്പെട്ടതായി ഷുഹൈബുർ റൂമിയിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് ദുരിതങ്ങളും പ്രയാസങ്ങളുമെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും പരീക്ഷണങ്ങളുടെ കാര്യത്തിലില്ല. അതോടുള്ള സമീപനമാണ് ഒരാളുടെ വിശ്വാസ്യദാർഢ്യത്തിൻ്റെ തോത് നിശ്ചയിക്കുന്നത്. ഇഹലോക ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ് എന്ന വിശ്വാസിയുടെ വീക്ഷണം തനിക്കുണ്ടാകുന്ന ദുരിതങ്ങളെ ക്ഷമയോടെ നേരിടാൻ അയാളെ പ്രാപ്തമാക്കുന്നു. തനിക്കുണ്ടാവുന്ന ദുരിതങ്ങളെ അയാൾ കാണുന്നത് ദൈവകാരുണ്യത്തിൻ്റെ പ്രകടനമായും ദൈവാനുഗ്രഹങ്ങൾക്ക് വിധേയമാകാനുള്ള മാർഗമായും മരണാനന്തര ജീവിതത്തിൽ വെച്ച് ദൈവകാരുണ്യത്തിൻ്റെ പൂർണ്ണ പ്രകാശനത്തിന് അർഹനാകുവാനുള്ള അവസരമായുമായെല്ലാമാണ്. ഈ വീക്ഷണമാണ് വിശ്വാസിയെ വ്യതിരിക്തമാക്കുന്നത്. പരീക്ഷണങ്ങളുടെ കൊടുമുടിയിൽ പോലും ക്ഷമിച്ചുകൊണ്ട് അവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്ന വിശ്വാസിയും ദുരിതങ്ങളെ പഴിച്ച് ജീവിതം പാഴാക്കുന്നവരും സമമല്ല. ദുരിതങ്ങളെ ക്ഷമയോടെ നേരിടുന്ന വിശ്വാസിക്ക് മതം നൽകുന്ന പ്രതീക്ഷ അപാരമാണ്. ആ പ്രതീക്ഷയുള്ളതിനാൽ ദുരന്തമുഖത്തെ വിശ്വാസിയുടെ പ്രതികരണം എപ്പോഴും പോസിറ്റീവായിരിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവഹാനി, ധനനഷ്ടം എന്നിവയിൽ ചിലവ വഴി നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. ആപത്തുകൾ എന്തെങ്കിലും ബാധിച്ചാൽ അവർ പറയുക, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് ഞങ്ങൾ എന്നായിരിക്കും. തങ്ങളുടെ നാഥനിൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ലഭിക്കുന്നത് അവർക്കാണ്. സന്മാർഗം പ്രാപിച്ചവരും അവർ തന്നെ. വിശുദ്ധ ഖുർആൻ.